ദുഃഖകരമായ വാർത്ത. കാസർഗോഡ് പറക്കളായിയിൽ ആസിഡ് കഴിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച 4 അംഗ കുടുംബത്തിലെ ചികിത്സയിലുണ്ടായിരുന്ന ഇളയ മകൻ രാകേഷും മരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജോസഫ് അഗസ്റ്റിൻ ഈ കൂട്ടാത്മഹത്യയിൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയാണ്. ജോസഫ് അഗസ്റ്റിൻ. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ 4 അംഗ കുടുംബം ആസിഡ് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുകയായിരുന്നു. ചികിത്സയിലുണ്ടായിരുന്ന ഇളയ മകൻ രാകേഷ് ആണ് ഇപ്പോൾ പുലർച്ചെ മരണപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയെ തുടരുന്നതിനിടെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ പൊള്ളലേറ്റിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ മരണം സംഭവിച്ചതെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഈ കുടുംബം ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം. ഇവർ 2 വർഷം മുമ്പാണ് വിദേശത്ത് നിന്ന് മടങ്ങി ഇത്തരത്തിൽ സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിച്ചത്. സ്റ്റേഷനറി സാധനങ്ങൾ അടക്കം വീടുകളിൽ എത്തിച്ച് നൽകുന്ന ഒരു ബിസിനസ് സംരംഭമാണ് ഇവർ തുടങ്ങിയത്. അതിനുശേഷം ഇവർ വലിയ രീതിയിലേക്കുള്ള കടക്കെണിയിലായിരുന്നു എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ കുടുംബത്തിലെ 4 പേർ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതിന് പിന്നാലെ ഇവർ ഈ ആസിഡ് കുടിച്ച വിവരം ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയായിരുന്നു. ബന്ധുക്കൾ എത്തി ഈ വീട് പരിശോധിക്കുമ്പോൾ ഇവർ 4 പേരെയും അവശ നിലയിൽ കണ്ടെത്തി. പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി 3 പേരുടെയും മരണം സ്ഥിരീകരിച്ചു. അതിനുശേഷം ഒരാഴ്ചക്കാലമായി ഈ രാകേഷ്, ഏറ്റവും ഇളയ മകനായിട്ടുള്ള രാകേഷ് ചികിത്സയിലായിരുന്നു. നിലവിൽ 4 പേരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. ഈ ഒണ്ടാം പുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മൂത്ത മകൻ രഞ്ജേഷ്, രണ്ടാമത്തെ മകൻ രാകേഷ്. ഇപ്പോൾ 4 പേരാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഈ കുടുംബം അനാഥമായി എന്ന് തന്നെ വേണം പറയാൻ. സാമ്പത്തിക ബാധ്യതയാണ് ഈ മരണത്തിന് കാരണം, ഈ ആത്മഹത്യക്ക് കാരണമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മൊഴിയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ കർഷകരായ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കുടുംബമായിരുന്നു എന്നാണ് ബാക്കിയുള്ളവരും വ്യക്തമാക്കിയിട്ടുള്ളത്. നാട്ടുകാരടക്കം വ്യക്തമാക്കിയത് അത്തരത്തിലൊരു കാര്യമാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് തന്നെ എത്തിക്കും. ശരി, ജോസഫ് അഗസ്റ്റിനാണ് ആ പ്രധാനപ്പെട്ട കൂട്ടാത്മഹത്യയിലെ ഏറ്റവും ഒടുവിലത്തെ മരണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്.